75 കഴിഞ്ഞിട്ടും ഇടയവഴിയിൽ കടിച്ചു തൂങ്ങി. ഇന്ന് മലയാള മനോരമയുടെ ഓൾ എഡിഷനിൽ വന്ന ഒരു വാർത്തയാണിത്. ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണോ എന്നറിയില്ല. പണ്ടൊക്കെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നൊക്കെ വെക്കുമായിരുന്നു ഇത്തരം ഫീച്ചറുകളിൽ. ഈ വാർത്തയുടെ ക്യാപ്ഷനാണിത്: ഇടയവഴിയിൽ 75. ഓർത്തഡോക്സ് മാർത്തോമാ സഭാധ്യക്ഷന്മാർ 75 വയസ്സിൻ്റെ നിറവിൽ. വാർത്ത തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ആത്മീയതയുടെ തെളിനീർ പ്രവാഹമായി 2 വചനനദികൾ ഒന്നിച്ചൊഴുകുകയാണ് 75 വർഷമായി. തീരത്തെ വിശ്വാസ മനസ്സുകൾ പ്രാർത്ഥനയാൽ പുഷ്ടിപ്പെടുത്തി സഭാമക്കളുടെ മനം വിളവെടുപ്പിനായി പാകപ്പെടുത്തിയുള്ള ഒഴുക്ക്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം പേറുന്ന ഓർത്തഡോക്സ് മാർത്തോമാ സഭകളുടെ അധ്യക്ഷന്മാർക്ക് 75 വയസ്സിൻ്റെ നിറവ് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നത്. കോപ്പ മനോരമാലേഖൻ എന്നല്ലാതെ ആരാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ബൈലൈൻ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചു ചോദിക്കാമായിരുന്നു, എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നത് എന്ന്. പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഇത്തരം ലേഖനങ്ങൾ എഴുതുമ്പോൾ ലേഖകന്മാർ ഒരു കാര്യം ഓർക്കണം: ഇത് നിങ്ങൾ മാത്രമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ മാത്രമോ അല്ല ഈ വാർത്തകൾ വായിക്കുന്നത് എന്ന്. സത്യാവസ്ഥ അറിയാവുന്ന ബോധമുള്ള വിശ്വാസികൾ വെളിയിലുണ്ടെന്ന്. ലേഖകൻ ഈ തള്ളിമറിച്ച കാര്യങ്ങൾ ഇരു സഭകളിലെയും ബഹുഭൂരിപക്ഷം വിശ്വാസികളും അംഗീകരിക്കില്ല. ഇവരെ അറിയാവുന്നവർ ഈ ലേഖനത്തിന് കൊടുക്കുന്ന ക്യാപ്ഷനാണ് ഞാൻ ആദ്യം പ്രസ്താവിച്ചത്: 75 കഴിഞ്ഞിട്ടും ഇടയവഴിയിൽ കടിച്ചു തൂങ്ങിയവർ. അതാണ് സത്യം. ഈ രണ്ടുപേരെ ഒരുമിച്ച് ഒരു ഫ്രെയിമിലാക്കിയത് മാധ്യമത്തിൻ്റെ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുവാനാണ് എന്ന് ഇതിലെ മണിപ്പൂർ വിഷയവും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുള്ള ചോദ്യവും കണ്ടപ്പോൾ മനസ്സിലായി. അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു BJP വിരുദ്ധ മറുപടി അവർ ഇവരിൽ നിന്ന് ഒപ്പിച്ചെടുക്കുകയും ചെയ്തു. അത് പത്രമുത്തശ്ശിയുടെ മിടുക്ക്. ഇരുസഭകളിലെയും വലിയ പുള്ളികൾക്ക് BJPയോട് അത്ര പോരാ എന്നൊരു പ്രതീതി ആർക്കു വേണ്ടിയാണെങ്കിലും പത്രമുത്തശ്ശി ഒപ്പിച്ചെടുത്തു. ഇന്ന് ഈ മടിയിൽ കയറി കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്ന തെയോഡോഷ്യസ് മെത്രാനോട് ചോദിക്കുവാനുള്ളത്: പണ്ട് നിങ്ങളുടെ പൂർവികർ എന്തിനാണ് പിന്നെ മുത്തപ്പനെ എടുത്ത് കിണറ്റിലിട്ട് നവീകരണം എന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ട് പുതിയൊരു സഭ ഉണ്ടാക്കിയത്? അത് തെറ്റായിപ്പോയി, അവർക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാവരും വീണ്ടും ഒന്നായി ഒരു കൂട്ടിൽ നിന്ന് വിശ്വാസികളെ ഊഞ്ഞലാക്കിയാൽ പോരായോ എന്നതാണ് ഒരു എളിയ ചോദ്യം. ചരിത്രമറിയാവുന്ന വിശ്വാസികൾ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാന്റെ സന്തതി പരമ്പരകൾ ഇത് ക്ഷമിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക എന്ന് പത്രം വിശേഷിപ്പിക്കുന്ന വാഴൂർ മത്തായിയോടാണ് ചോദ്യം. സഹോദരന്റെ പള്ളികൾ പിടിച്ചുപറിക്കുവാൻ നടക്കുന്ന അത്താനോസോസ് ബിഷപ്പിന്റെ കൊലപാതക കേസിൽ 1-ാം പ്രതിസ്ഥാനത്ത് FIR-ൽ പേര് വന്ന 16 സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി ചാരിറ്റി കൊള്ള നടത്തുന്ന നിങ്ങൾക്ക് സഭയിലെ എന്നെ പോലെയുള്ള ഒരു ഓർത്തഡോക്സുകാരൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങളാണ് അന്തിക്രിസ്തു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലെ പത്രത്തിൽ PR കൊടുത്ത് ഇമേജ് കൂട്ടേണ്ടുന്ന ഗതികേടുണ്ടായ മറ്റൊരു കാതോലിക്ക ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുവനുമാണ് ഞാൻ. അതുപോലെ ഒരു സുവർഗ പീഡകനെ സഭയുടെ സഫർഗനായി വാഴിച്ച് മാർത്തോമാ സഭയുടെ യശസ് കളഞ്ഞ ഒരു മനുഷ്യനാണ് തിയോഡോഷ്യസ്. രണ്ടും ഈ രീതിയിൽ നോക്കിയാൽ ഒരേ വണ്ടിയിൽ കെട്ടാൻ പറ്റിയ ഇനങ്ങളാണ്, ഒരേ തൂവൽ പക്ഷികൾ. ഇവർക്ക് രണ്ടു കൂട്ടർക്കും കർത്താവായ യേശുക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകമാണിവർ അവകാശപ്പെടുന്നത്. എന്നാൽ മാർത്തോമാ ശ്ലീഹ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാക്രമം ഇവർക്കുണ്ടോ? അതുപോലെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലാണ് വാഴൂർ മത്തായി ആരൂഢനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാർത്തോമാ ശ്ലീഹയ്ക്ക് ഇരിക്കുവാൻ ഒരു കൊരണ്ടിപ്പലക പോലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായി മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്നു എന്ന് തെളിയിക്കാൻ മത്തായിക്ക് പറ്റിയാൽ മത്തായിയെ ഞാൻ കാതോലിക്ക എന്ന് വിളിക്കാം. അവസാനിപ്പിക്കുകയാണ്: ഇവന്മാർക്ക് 75 ആയാലും സെഞ്ചുറി അടിച്ചാലും ഞങ്ങൾ വിശ്വാസികൾക്ക് കോപ്പ. ഈ നാട്ടിൽ നാനാജാതി മതത്തിൽപ്പെട്ട എത്രയോ പേർ ദിവസവും 75 പിന്നിടുന്നു. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതകളാണ് ഇവർക്കുള്ളത്? ആയ കാലത്ത് ആർമാദിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചു. സകല ജീവിതശൈലീ രോഗങ്ങളും പിടിപെട്ടു. അവസാനം രോഗവും പീഡയും വന്ന് കിടന്ന് നരകിച്ച് കാറ് വിളിച്ചാവും ഇവരുടെയും അന്ത്യം. ഇവരുടെയൊക്കെ പൂർവികരും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു. നമ്മൾ കണ്ടതല്ലേ? 32-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനത്തിൽ പാപികളായ നമുക്ക് വേണ്ടി 3 ആണിമേൽ തൻ്റെ ജീവനെ യാഗമായി നൽകിയ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിലാണല്ലോ വിശ്വാസികളുടെ ചെലവിൽ ഈ മോൻ്റെ മോന്മാർ പൂച്ചാണ്ടി വിഷവുമിട്ട് സിംഹാസനങ്ങളിലിരുന്ന് അരമനകളിൽ വാണ് ലംബോർഗിനികളിൽ വിലസുന്നത് എന്നോർക്കുമ്പോൾ ചെറിയൊരു വിഷമം.
ഇവരുടെ വായിൽ നിന്ന് വചനനദിയാണ് ഒഴുകുന്നത് പോലും. കർത്താവിൻ്റെ കഷ്ടാനുഭവ നാളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കേണ്ടതിന് പകരം ഇതാ മാർത്തോമൻ പൈതൃക പ്രകടനവുമായി ഇറങ്ങിയാണ് മത്തായി മൂന്നാമനും പരിവാരങ്ങളും. ഇത് പാത്രിയാർക്കീസ് ബാവ വന്ന ആ ഇമ്പാക്റ്റിനെ മറികടക്കാനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. ഇങ്ങനെ നോയമ്പ് കാലത്ത് പോലും കൊടിയ കുഴിത്തിരുമ്പുമായി നടക്കുന്ന ഈ കുപ്പായധാരിക്ക് ക്രിസ്തുവുമായി എന്ത് ബന്ധം? സത്യം പറഞ്ഞാൽ അധികം വെച്ചുകൊണ്ടിരിക്കാതെ ഇവന്മാരെ എത്രയും വേഗം കാലൻ കൊണ്ടുപോകണേ എന്നതാണ് ബഹുഭൂരിപക്ഷം ബിഷപ്പുമാരും പാതിരിമാരും വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം ലേഖകൻ്റെ വെറും തള്ള്, എന്തിനോ വേണ്ടി. അതുകൊണ്ട് ലേഖക, കാര്യം എന്തിനു വേണ്ടിയാണെങ്കിലും ഇനി ഇമാതിരി കന്നന്തിരിവുകൾ ദയവായി എഴുതി പിടിപ്പിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.